ധൂർത്തിന്റെ മുഖാമുഖമോ ചർച്ച തുടരുകയാണ്. ശ്രീ PR ശിവശങ്കർ, കഴിഞ്ഞ കേരളീയത്തിന്റെ പേരിൽ നടത്തിയ പിരിവിൽ ഒരു സ്വകാര്യ മാധ്യമം വിവരാവകാശ രേഖ പ്രകാരം ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിലാകെ എത്ര തുക അനുവദിച്ചു എന്നുള്ളതാണ്. ധനവകുപ്പ് അതിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് അന്തിമ കണക്കുകൾ ലഭ്യമായിട്ടില്ല. സ്പോൺസർമാരിലൂടെ എത്ര തുക പിരിച്ചു എന്നുള്ളതാണ്. സാംസ്കാരിക കായിക വകുപ്പുകൾക്കാണ് അപേക്ഷ നൽകിയത്, പക്ഷേ അവരും മറുപടി നൽകിയിട്ടില്ല. അതോടൊപ്പം എത്ര സ്പോൺസർമാർ, ഇതിൽ വ്യക്തികളും സ്ഥാപനങ്ങളും എത്ര എന്നുള്ളതിനും നികുതി വ്യവസായ വകുപ്പുകൾ നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ ചോദ്യം എന്ന് പറയുന്നത് പിരിഞ്ഞു കിട്ടാനുള്ള പണം എത്ര എന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് വിനോദസഞ്ചാര വകുപ്പ് 27,12,04,575 രൂപയുടെ ബജറ്റിന് അംഗീകാരം നൽകി. പക്ഷേ പിരിച്ചെടുത്ത തുകയെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അതായത് കണക്കുകൾ ഇപ്പോഴും വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മുഖാമുഖം നടത്തുന്നുണ്ട്, പിരിവ് നടത്തുന്നുണ്ട്, ഫണ്ട് വകമാറ്റുന്നുണ്ട്. പക്ഷേ ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ മുഖാമുഖത്തിലൂടെ ആൾക്കാർക്ക് എത്ര പരാതി പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും അന്തമില്ലാത്ത കണക്കായി തന്നെ അവശേഷിക്കുന്നു. പക്ഷേ തുകകൾ ഇങ്ങനെ പിരിയുന്നുണ്ട്, അതെവിടേക്ക് പോകുന്നു എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഈ മുഖാമുഖം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നേരത്തെ ഷാജഹാൻ സാറ് പറഞ്ഞതുപോലെ എന്താണ് ഈ മുഖാമുഖം എന്ന് ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം ചിന്തിക്കണം. അതിൻ്റെ ഉത്തരം കിട്ടിയാലും ഒരു ചാനൽ ചർച്ചയിൽ പറയാൻ പറ്റുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഈ മുഖാമുഖമെന്ന് ഇത്തവണ പേരിടാൻ കാരണം, അപ്പോൾ ഇതുവരെ ഇവർ മുഖമല്ലേ ജനങ്ങളെ കാണിച്ചിരുന്നത്, വേറെ വല്ല അവയവങ്ങളായിരുന്നോ ജനങ്ങൾ വരുമ്പോൾ കാണിച്ചിരുന്നതെന്ന് പൊതുവെ സംശയം വരും. അപ്പോഴാണ് ഈ മുഖാമുഖം, ഇപ്പം നേരിട്ട് മുഖം കാണിക്കുകയാണ് തമ്പുരാന്മാർ എന്നായിരിക്കുമോ എൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. 2, ഇപ്പോൾ രോഹിണി ചോദിച്ച ഈ കണക്കിൻ്റെ കാര്യത്തിൽ കൃത്യമായ കണക്കുകൾ അറിയില്ലെങ്കിലും എങ്ങനെയാണ് ഈ കണക്കുകൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ആരാണ് നൽകിയത് എന്ന് സൂചനകൾ കൃത്യമായി വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ കുറച്ച് പുറകോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ നവകേരളം നടത്തിയതിന് ഏറ്റവും കൂടുതൽ പണം പിരിച്ചത് ആര് എന്നുള്ളതിന് ഉത്തരം നമുക്ക് ഗവൺമെൻറ് സൈറ്റിൽ നിന്ന് തന്നെ കിട്ടും. കാരണം സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം പിരിച്ചതിന് GST കേരളത്തിൻ്റെ തലവനെ വിളിച്ചുകൊണ്ട് ആദരിക്കുന്ന ഒരു വലിയ ചടങ്ങ് നടത്തിയിരുന്നു. അപ്പോൾ ആരാണ് നവകേരളത്തിന് ഏറ്റവും കൂടുതൽ പണം പിരിച്ചത്? GST ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ചത്. ഈ സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത്? കൃത്യമായി ടാക്സ് അടയ്ക്കുന്ന, കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുന്ന, സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെൻറ്റും കൃത്യമായി നികുതി നൽകുന്ന ഒരു വ്യാപാരിയോ വ്യവസായിയോ ഒന്നും കാര്യമായി തുക ഈ പറയുന്ന നവകേരളത്തിന് നൽകില്ലല്ലോ. അവർക്ക് ഭയക്കാനില്ല. കയ്യിൽ പണമില്ലാത്തവൻ ഭയക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായി കൃത്യമായി നികുതി അടയ്ക്കുന്നവൻ ഒരു സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും പണം ചോദിച്ചാൽ കൂടുതൽ കൊടുക്കാൻ സാധ്യതയില്ല, വല്ല ചെറിയ തുകയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര വലിയ തുക എവിടെ നിന്ന് കിട്ടുന്നു? ഈ തുക കിട്ടുന്നത് നികുതി വെട്ടിച്ചവരുടെ കയ്യിൽ നിന്നാണ്. നികുതി വെട്ടിച്ചവരുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നികുതി വെട്ടിക്കുവാൻ ഒരു ഇടം നൽകിക്കൊണ്ട്, സ്പേസ് നൽകിക്കൊണ്ട് ഈ GST കമ്മീഷണർമാർ നടത്തിയ വലിയ തട്ടിപ്പിൻ്റെ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ കോടിക്കണക്കിന് രൂപ ഈ നവകേരളത്തിന് സൃഷ്ടിച്ചു കൊടുത്തത്. ഇത് സൂചിപ്പിക്കുവാനുള്ള രണ്ടാമത്തെ കാര്യം, മറ്റു വാർത്തകൾ ചോദിക്കാൻ അറിയാം, സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള GST തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ GST വിഭാഗം നടത്തുന്ന റെയ്ഡുകളിൽ കോടികൾ 400-500 കോടികളുടെ തട്ടിപ്പും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിടിക്കപ്പെടുന്നു. പെരുമ്പാവൂരിലൊക്കെ ആണെങ്കിൽ പ്ലൈവുഡിൻ്റെ ഫാക്ടറികളിൽ, അതുപോലെ തന്നെ സ്റ്റീൽ ഫാക്ടറികളിൽ നമുക്കറിയാം. കേരളത്തിലെ ഒരു പ്രമുഖ സ്റ്റീൽ വ്യാപാരിയെ മാസങ്ങളോളം പിടിച്ച് GST തട്ടിപ്പിന് ജയിലിലിട്ടിട്ട് ഒരൊറ്റ പത്രങ്ങളും അല്ലെങ്കിൽ മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ല. ഒരു പ്രധാനപ്പെട്ട കൈരളി TMT എന്നുള്ള മോഹൻലാൽ അഭിനയിച്ച ആഡ് ഫിലിമൊക്കെ ഉള്ള വലിയ ഒരു പരസ്യം അതിട്ടുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെ നിശബ്ദരാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ വലിയ GST തട്ടിപ്പ് നടത്തി. അവരെ പിടിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരാണ്. 400 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പെരുമ്പാവൂർ ഈ കോവിഡ് സമയത്ത് പോലും വലിയ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിനെ രക്ഷപ്പെടുത്താനായിട്ട് DYFIയുടെ നേതാക്കൾ നേരിട്ട് വരുന്നു. GST ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞപ്പോൾ അവരെ തല്ലി ഓടിച്ച CPMൻ്റെ നേതാക്കൾ, അതിന് കേസെടുക്കാത്ത പോലീസുകാർ, അതിന് സംശയം കൊണ്ട് വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തിയപ്പോൾ വീണ്ടും തട്ടിപ്പുകളിൽ വരുന്നു. കസ്റ്റംസുകാർക്ക്, GST ഉദ്യോഗസ്ഥർക്ക് അതിന് വലിയ പ്രതിഷേധം നടക്കുന്നു. ഇതെല്ലാം കേരളത്തിൽ നടക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ GST വരുമാനത്തിൻ്റെ നല്ലൊരു വിഭാഗം തട്ടിപ്പിലൂടെ സംസ്ഥാനത്തെ CPM ആണ് എടുക്കുന്നത്.
ഒരു ഭാഗത്ത് എങ്ങനെയാണോ സഹകരണ ബാങ്ക് കൊള്ള നടത്തുന്നത്, അതുപോലെ ഇപ്പുറത്ത് സംസ്ഥാന സർക്കാരിലേക്ക് വരേണ്ട തുക ഇത്തരത്തിൽ ജി എസ് ടിയുടെ തട്ടിപ്പ് കണ്ണടച്ചുകൊണ്ട് സംസ്ഥാനത്തെ NGO-മാർ, ഒരു GST ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തെ CPM-ന് നൽകുന്നു സംഭാവനയായി എന്നുള്ളതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ GST ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സമൂലമായ പരിവർത്തനം വന്നാലേ സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള പിരിവ് കാര്യമാവുള്ളൂ, വരുമാനം വർദ്ധിക്കുകയുള്ളൂ. ഇവിടെ ബിസിനസ് നടക്കാഞ്ഞിട്ടല്ല, നമുക്കറിയാം ഗോൾഡിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ സ്റ്റീലിലും ഫർണിച്ചറിലും അതേപോലെ പ്ലൈവുഡിലും എല്ലാം വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുവെന്ന് ആർക്കാണ് അറിയാത്തത്? ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ ഒരു തട്ടിപ്പിൻ്റെ വലിയ രീതി ഈ സംസ്ഥാന സർക്കാർ തന്നെ ഈ ധൂർത്തിൻ്റെ കൂടെ നടത്തുന്നുണ്ട്. അത് കേരളത്തിലെ CPM-ലേക്കാണ് പോകുന്നത്. രണ്ട്, ഈ ധൂർത്ത് മാത്രമല്ല, തുഗ്ലക് ഭരണവും ഈ സംസ്ഥാനത്തിൻ്റെ ഈ ഭരണകൂടത്തെ പൂർണ്ണമായും അഴിമതിയിലേക്കും അതേപോലെ ഏറ്റവും വലിയ വീഴ്ചയിലേക്കും നടത്തിയിരിക്കുന്നു. ഈ ധൂർത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഹൈഡൽ പവർ ഉൽപ്പാദിപ്പിക്കാൻ സാധ്യതയുള്ള, സ്വാഭാവികമായി ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകളുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. നമുക്ക് ഏതാണ്ട് സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തില്ലാത്തത്രയും നദികൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡൽ പവർ, ഈ റോ മെറ്റീരിയൽ ഏറ്റവും ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ വൈദ്യുതി ബില്ല് 8 രൂപ 20 പൈസ ആയിട്ടിരിക്കുന്നത്? 20 പൈസ വീണ്ടും കൂട്ടിയിരിക്കുന്നു, 30 പൈസ വീണ്ടും കൂട്ടിയിരിക്കുന്നു. 8 രൂപ 20 പൈസ. ഇത് സംസ്ഥാനത്തെ മറ്റ് ഏത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ, അതായത് റോ മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയിട്ട് ഒരു 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 10 പൈസയ്ക്കോ 50 പൈസയ്ക്കോ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോൾ 80% ഇത്തരത്തിലുള്ള ഹൈഡൽ പവറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമ്പോഴാണ് 8 രൂപ 30 പൈസയ്ക്കൊക്കെ ഇവിടെ വൈദ്യുതി വിൽക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കൂ, ഗോവയിൽ ഇത്തരത്തിലുള്ള ഹൈഡൽ പവർ ഇല്ലാഞ്ഞിട്ട് പോലും 4 രൂപ 40 പൈസ. ഗുജറാത്തിൽ, BJP-യുടെ ഗുജറാത്തിൽ എന്ത് പറയാൻ പോവാണല്ലോ, 5 രൂപ 20 പൈസ. കർണാടകയിൽ 7 രൂപയുള്ളൂ. UP-യിൽ യോഗി ആദിത്യനാഥിൻ്റെ UP-യിൽ 5 രൂപ. എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇത്ര രൂപ കൊള്ളയടിക്കപ്പെടുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന്? അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് ഇപ്പോൾ വൈദ്യുതി നിർബാധം ലഭിക്കുന്നു, പവർ കട്ടില്ല എന്ന്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പവർ കട്ടില്ലാതെ കിട്ടുന്നത് കോടികൾ മുടക്കി പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. അതിലും വലിയ കമ്മീഷൻ ഉണ്ട്. എന്തുകൊണ്ട് അത് ഓഡിറ്റിങ്ങിന് തയ്യാറാവുന്നില്ല? മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന്, അഡാനിയിൽ നിന്നടക്കം ഈ സംസ്ഥാന സർക്കാർ വാങ്ങിക്കുന്നില്ലേ? ലോങ് ലീസിനെടുത്തതിൽ വലിയ തട്ടിപ്പ് നടന്നു CAG റിപ്പോർട്ട് ചെയ്തില്ലേ? അപ്പോൾ ഇതിലെല്ലാം വലിയ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കുടിവെള്ളത്തിന് വരെ വിലക്കൂട്ടിയ സർക്കാർ, പാവപ്പെട്ട ഒരു മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകളുടെ വഞ്ചിയുടെ ടാക്സ് പോലും 3 ഇരട്ടിയും 10 ഇരട്ടിയായി വർദ്ധിപ്പിച്ച സർക്കാർ. ഈ സർക്കാരാണ് ധൂർത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ തുഗ്ലക് ഭരണപരിഷ്കാരത്തിൻ്റെ കാര്യത്തിലും ഒന്നാമതായി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടുത്തത് ഈ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അടുത്ത തട്ടിപ്പ് നമുക്കറിയാം. ഈ 1 മിനിറ്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ, സമയമുണ്ടോ? സമയമുണ്ട്, പറഞ്ഞോളൂ. സംസ്ഥാനത്ത് വക്കീലന്മാർക്ക് ഏതാണ്ട് പ്രതിമാസം 1.5 കോടി രൂപ നൽകുന്നു. ഇത് കൂടാണ്ടാണ് സംസ്ഥാനത്തെ വക്കീലന്മാർക്ക് 1.5 കോടി രൂപ നൽകുന്നത് കൂടാണ്ട് ഒരു വ്യക്തി നൽകിയ ഡീറ്റെയിലും ചോദിച്ചപ്പോൾ ഈ സംസ്ഥാന സർക്കാർ പറയുന്നത്, വിവരാവകാശ പ്രകാരം നൽകിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നത്, ഈ സംസ്ഥാന സർക്കാർ 2021-23 കാലഘട്ടത്തിൽ മാത്രം സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് ഏതാണ്ട് 4.5 കോടി രൂപയോളം വീണ്ടും നൽകി. എന്തിനാണ് ഈ തരത്തിലുള്ള പണം നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം KSIDC-യിൽ CMRL നൽകിയ പണം തെറ്റായ രീതിയിൽ ഇവിടെ കണക്കാക്കുകയും അതുപോലെ തന്നെ KSIDC-ക്കെതിരെ അന്വേഷണം വന്നപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് KSIDC-യുടെ ഒരു അഡ്വക്കേറ്റിനെ വെച്ചു, ശ്രീ വൈദ്യനാഥൻ. അദ്ദേഹത്തിന് എത്ര ലക്ഷമാണ് മുടക്കിയത്? 25 or 50 ലക്ഷം മുടക്കിയിട്ട് ഓരോരുത്തരെ വെക്കുന്നു. അതുപോലെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റുമാരായ ജയ്ദീപ് ഗുപ്ത 1.29 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന്. രഞ്ജിത്ത് കുമാർ 71 ലക്ഷം രൂപ. KK വേണുഗോപാൽ 50 ലക്ഷം രൂപ ഒരൊറ്റ സിറ്റിങ്ങിന് വാങ്ങിച്ചു. പല്ലവ് സിസോഡിയ 38 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. കപിൽ സിബൽ 36 ലക്ഷം. രാകേഷ് തിവാരി 25 ലക്ഷം. അങ്ങനെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് 5 കോടിയോളം രൂപ, 4.25 കോടിയോ 4.5 കോടിക്ക് മുകളിൽ തുക ഈ സംസ്ഥാന സർക്കാർ ഇത്രയേറെ അഡ്വക്കേറ്റുമാരുണ്ടായിട്ടും ഈ സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാർക്ക് കൊടുത്തത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റും ധൂർത്തും തട്ടിപ്പും മറച്ചു വെക്കാനാണ്, കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. എന്നിട്ടത് നടന്നോ? അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ധൂർത്ത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വലിയ അഡ്വക്കേറ്റുമാർ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇത് കൂടാണ്ടാണ് എപ്പോഴും ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ 15 വർഷം കഴിയുമ്പോൾ തെറ്റ് തിരുത്തും. ഈ തെറ്റ് തിരുത്തിയിട്ട് എന്തിനാണ്? പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ട്
നമ്മളുടെ കയ്യിൽ നിന്നുള്ള മുഴുവൻ ഒരു എക്കണോമിക്കൽ ഒരു ഫസ്റ്റ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് റണ്ണിന് കിട്ടുന്ന ഗുണം അല്ലെങ്കിൽ ആരാണോ ആദ്യം നേടിയെടുക്കേണ്ടത് ആ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഇൻഡസ്ട്രിയുടെ കാര്യത്തിലായാലും ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും നമുക്കറിയാം ടൂറിസമൊക്കെ വിദേശത്ത് നിന്ന് വിമാനത്താവളങ്ങളും അതുപോലെ ടൂറിസ്റ്റുകളും വരുമ്പോൾ അവരവരെ തടഞ്ഞിരുന്ന ഒരു ഭരണകൂടവും ഇവിടുത്തെ പാർട്ടിയുമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ 15 വർഷം കഴിഞ്ഞിട്ട് തെറ്റുപറ്റി എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ പാവപ്പെട്ട യുവാക്കളുടെ ജീവിത നിലവാരവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഒരു തൊഴിൽവൽക്കരണവും അവരുടെ വ്യവസായവൽക്കരണത്തിലുള്ള സ്വപ്നവുമെല്ലാം തകർത്തിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെല്ലാം പറയുമ്പോൾ കോൺഗ്രസും അവിടെ ഇരുന്ന് വളരെ ഒരു ചിരിക്കുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവരെ എല്ലാം നിരന്തരം സപ്പോർട്ട് ചെയ്തിരുന്നത് ഈ കോൺഗ്രസ് കൂടിയാണ്. നമുക്കറിയാം ഈ കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഈ കുറച്ച് ദിവസം മുമ്പ് വരെ ഒരു ഹരീന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു, ടി പി ഹരീന്ദ്രൻ്റെ പോസ്റ്റ് എന്താ പറയണേ? ടി പി ഹരീന്ദ്രൻ്റെ പോസ്റ്റ് പറയുന്നത് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിൽ, ടി പി ഹരീന്ദ്രൻ അത്ര മോശക്കാരനൊന്നുമല്ല കേട്ടോ, നമ്മുടെ കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത വലങ്കൈയായ അഡ്വക്കേറ്റായ കണ്ണൂരിലെ ഏറ്റവും നല്ല ക്രിമിനൽ അഭിഭാഷകൻ, അദ്ദേഹം എന്താ പറയണേ? ഈ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിൽ കൃത്യമായി അന്വേഷണം മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തേക്ക്, അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തേക്ക് പോയപ്പോൾ ഒരു ഘടകകക്ഷിയുടെ നേതാവ് നിർബന്ധം പിടിച്ച് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അന്വേഷണം തടസ്സപ്പെടുത്തിയെന്ന് അദ്ദേഹം കൃത്യമായി ഫേസ്ബുക്കിൽ ഇന്നും എഴുതിയിട്ടിരിക്കുന്നു. പക്ഷേ ഇന്നത് ചർച്ച ചെയ്യാൻ സംസ്ഥാനത്തെ മറ്റ് മാധ്യമങ്ങൾ തയ്യാറല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ സംസ്ഥാനത്തെ UDFൻ്റെ കൈകളിലും പിണറായി വിജയൻ്റെ ആളുകളും പിണറായി വിജയൻ്റെ ഭക്തരുമുണ്ട്. ഈ സംസ്ഥാനത്തെ ഭരണകൂടത്തെ രക്ഷിക്കുവാൻ, പിണറായിയെ രക്ഷിക്കുവാൻ UDFൻ്റെ ഭാഗത്ത് ശക്തമായ ആളുകളുണ്ട്. അവരുടെ ഘടകകക്ഷികൾ ഇന്ന് പിണറായിയുടെ കൂടെ പോകണോ LDFൻ്റെ കൂടെ പോകണോ എന്ന ചോദ്യമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷവും ഭരണപക്ഷിയും അതുപോലെ തന്നെ UDFും ഒരേപോലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ മാത്രമാണ്. അതിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാനാണ് UDFിലെ പല ഘടകകക്ഷികളുമുള്ളത്. അതിൻ്റെ തെളിവാണ് കെ സുധാകരൻ്റെ അടുത്ത അനുയായി പോലും ഇന്ന് പിണറായിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാളെ രക്ഷിക്കുവാൻ ഈ ഒരു UDFിൽ ഒരു ഘടകകക്ഷി ശ്രമിക്കുന്നു എന്ന് ഫേസ്ബുക്ക് പോലും ഇട്ടിട്ട് അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമങ്ങൾ BJPയെ കുറിച്ച് മാത്രം പറയുന്നത് ഇതാണ് തെറ്റായ രാധ. ഇത് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങളോട് ചെയ്യേണ്ടത്. ശ്രീ സേനാപതി വേണു, നേരത്തെ ചോദിച്ച ചോദ്യം താങ്കൾ പൂർത്തീകരിച്ചില്ല. കാരണം പ്രതിപക്ഷത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളം ക്രിയാത്മകമായി നടക്കുന്നു എന്നുള്ളത്. ആദ്യത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ മാസപ്പടി വിവാദത്തിലൊക്കെ കോൺഗ്രസ് ഒരു നിസ്സംഗ മനോഭാവം പുലർത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ഇനിയുള്ള 3 മിനിറ്റ് സമയം എനിക്ക് തരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇല്ല, ഓരോ മിനിറ്റ് മാത്രമേ അനുവദിക്കാൻ കഴിയൂ. നമ്മുടെ മുഖാമുഖം പരിപാടി പോലെ വളരെ പെട്ടെന്ന് താങ്കളൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. മറ്റ് സഹപാനലിസ്റ്റുകളൊക്കെ ധാരാളം സമയം സംസാരിച്ചു, എനിക്ക് അത്രയും സമയം കിട്ടിയില്ല. പോട്ടെ, അതൊന്നും പ്രശ്നമില്ല. നമ്മളൊരു വല്ലാത്ത കാലത്തിലാണല്ലോ നിൽക്കുന്നത്. അതായത് ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ ബ്രാഞ്ച് കമ്മിറ്റി അങ്ങ് കുത്തിക്കൊല്ലുകയും ഏരിയ കമ്മിറ്റി ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 2, ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് തീ പിടിക്കുന്നു. മന്ത്രി പറഞ്ഞത് മെയിൻ്റനൻസ് നടത്താൻ പറ്റാത്തത് കൊണ്ടാണ്, ആ കാലത്തിലാണ്. അപ്പൊ ഇനി ചോദിച്ചത് സമരത്തെക്കുറിച്ചാണ്. KPCCയുടെ അധ്യക്ഷൻ ഒരു സമരവേദിയിൽ ഗ്രനേഡിന്റെ പുകയേറ്റ് കുഴഞ്ഞു വീണത് ഒരുപക്ഷെ നമ്മൾ അങ്ങ് മാധ്യമ പ്രവർത്തക എന്ന നിലയിലും അങ്ങും അതുപോലെ തന്നെ ഈ മാധ്യമത്തിൽ എല്ലാം കണ്ടിട്ടുള്ളതാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഏതാണ്ട് 2 ആഴ്ച കാലം ജയിലിലായിരുന്നു. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി ആ മേഘയുടെ കഴുത്ത് ഇപ്പോഴും നൂർന്നിട്ടില്ല. പിറകിൽ നിന്നൊരു പോലീസുകാരൻ കഴുത്തിനിട്ടടിച്ച അടി. ഞാൻ പറഞ്ഞു വന്നത് എത്രയോ ഭീകരമായ രീതിയിലുള്ള പോലീസ് മർദ്ദനത്തെ അതിജീവിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുന്ന വേദിയിൽ, പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്ന വേദിയിൽ, മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലും ഇരിക്കുന്ന വേദിയിലേക്ക് ഗ്രനേഡ് എറിയുന്നു പോലീസുകാർ. ഈ കേരളത്തിൽ UDFും കോൺഗ്രസും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി. ഷാജഹാൻ ഇവിടെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർക്ക് നേരെ നടന്ന നിഷ്ഠൂരമായ നരനായാട്ട്. പിന്നെ ഒരു കാര്യം ശരിയാണ്, ഞങ്ങള് 94 നവംബർ മാസം 25-ാം തീയതി MV രാഘവനെ തടഞ്ഞ് പോലീസ് വെടിവെപ്പ് നടത്തി. ഷാജഹാൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്, 4 അല്ല 5 സഖാക്കളുണ്ട്. 5 സഖാക്കൾ വെടിയേറ്റ് മരിച്ചു. 500 കോടി രൂപയുടെ വസ്തുവകകൾ അതിനുശേഷം പിറ്റേ ദിവസം കത്തിച്ച് നശിപ്പിച്ചു. ഹർത്താൽ നടത്തി. ഇടുക്കി ജില്ലയിൽ ശാന്തമ്പാറയ്ക്കടുത്ത് ആറ്റുകാട് എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഉടമ പണിക്കിറങ്ങി എന്ന കാരണത്താൽ
അദ്ദേഹത്തെയും തല്ലിക്കൊന്നു. വേറൊരിടത്തും ആളെ തല്ലിക്കൊന്നിട്ടില്ല ഹർത്താലിന്റെ പേരിൽ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ രക്തരൂക്ഷിതമായ സമരം ഒരു പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കുമെതിരെ അതിശക്തമായ സമര പരിപാടികൾ കേരളത്തിൽ നടക്കുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാനം നടക്കുന്ന സമരാഗ്നി എന്ന് പറയുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചരണം. അത് ഷാജഹാൻ സൂചിപ്പിച്ചതല്ല, അതിനകത്ത് 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യം അതിനകത്തുണ്ട്. ഞാൻ കട്ടപ്പനയിലെ പരിപാടി അതിന്റെ ഒരു എന്താ പറഞ്ഞ പരിപാടിയുടെ ഒരു സംഘാടകൻ കൂടിയായിരുന്നു. ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ജനസഞ്ചയമാണ് അവിടെ തടിച്ചുകൂടിയത്. ഈ ഗവൺമെന്റിന്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കുമെതിരെ, അത് സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള AI ക്യാമറ, ഫോണ്, അങ്ങനെയുള്ള എല്ലാ പ്രക്രിയകൾക്കെതിരെയും അതിനെ മുഴുവൻ പുറത്തു കൊണ്ടുവരികയും അതിനെതിരെ ശക്തമായ സമര പരിപാടികൾ. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറഞ്ഞ കരിമണൽ കത്തായിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന പണമടക്കമുള്ള ഈ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന് UDF-ന്റെ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. ഒരു വിട്ടുവീഴ്ച ഈ ഗവൺമെന്റിനെതിരെ ഇല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ശരി, ശ്രീ സതീഷ് വസന്ത്, എന്തായാലും ഈ മുൻകൂട്ടി തയ്യാറാക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി എന്തെങ്കിലും തയ്യാറാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുഖ്യമന്ത്രി അതൊക്കെ നിങ്ങൾ തോന്നലെന്നേ. നേരത്തെ എല്ലാം ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചുകൊണ്ട് നേരത്തെ കൊടുത്തിട്ടാണോ ഇവരൊക്കെ വന്നിരിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ചുമ്മാ പറയല്ലേ. 1 മിനിറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രസംഗം നടക്കുമ്പോഴത്തേക്ക് ഇപ്പം ഗവർണർ ഒരു പരിപാടി നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇതല്ലേ കൊടുക്കണം. നിങ്ങളൊന്നായിരിക്കും അതൊരു പ്രോട്ടോകോൾ അല്ലേ. അത് എല്ലാ പേരും 12,000 പേര് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു ഇതല്ലേ കൊടുക്കുന്നത്. നീട്ടിയപ്പോഴാണ് അസഹിഷ്ണുത കാണിച്ചത്. ഒരു അസഹിഷ്ണുത ഇല്ലാതെ ഘടകകക്ഷിയിലെ ഒരു അംഗം, സമുന്നതനായ ഒരു നേതാവ് റബ്ബർ കാർഷിക മേഖലയെ കുറിച്ച് പറഞ്ഞപ്പോൾ മുഖം കറുപ്പിക്കുകയും കൂടെ ഇരുന്ന കേരള കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിന് അത് തിരുത്തേണ്ടി വരികയൊക്കെ ചെയ്തത് പൊതുസമൂഹം കണ്ടതാണ്. എന്തായാലും ചർച്ചയുടെ സമയം ഇവിടെ കഴിയാറായിരിക്കുകയാണ്. ധനവിനിയോഗത്തിലെ കാര്യക്ഷമത ഇല്ലായ്മയും കെടുകാര്യസ്ഥതയും ഒരു ഭാഗത്ത്, സ്വന്തം വീഴ്ച മറയ്ക്കാൻ കേന്ദ്രത്തെ പഴിചാരി അമ്പയെ പരാജയപ്പെട്ടു. ഇനി മുന്നിലുള്ളത് ഈ PR വർക്കുകൾ കൊഴുപ്പിക്കുക എന്നത് മാത്രമാണ്. അതിനായി കൈയിട്ട് വരുന്നത് സാധാരണക്കാരന്റെ കീശയിൽ നിന്നും. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.